ബേസിക്കലി ഇപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് ഡയബറ്റീസ് പേഷ്യൻ്റ് 6-7 പേരിൽ 6 പേരിനും കൺട്രോളല്ല. ഈ കൺട്രോളെന്ന് പോലും നമ്മൾ പറയുന്നത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ SpA1C ഒന്നുമില്ല. പക്ഷേ എന്നാലും SpA1C ഒക്കെ വന്നപ്പം എല്ലാവരും ഒരു എറൗണ്ട് 6 ആയിരുന്നു നമ്മൾ കൺട്രോൾ എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അത് 7 ആക്കി. ഇത് അമേരിക്കൻ മെഡിക്കൽ മറ്റേ ഡയബറ്റിക് അസോസിയേഷൻ എന്തുവാണ് ഈ കണക്കുകൾ ഇങ്ങനെ ആരാണ് കൺട്രോൾ എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഒരു കാലത്ത് 6 ആയിരുന്നു കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ആർക്കും കൺട്രോൾ ആകുന്നില്ലാത്തതുകൊണ്ട് 7 ആക്കി HbA1cയുടെ ലെവല്. പിന്നെ ഇപ്പം 8 ആണ് കൺട്രോളായിട്ട് കണക്കാക്കുന്നത്. ഇപ്പം 5.7-ൽ HbA1c വന്ന് അത് പ്രീ ഡയബറ്റിക് ആയി. 6.4-ന് മുകളിലേക്ക് വന്നാൽ ഡയബറ്റിക് ആയി. അപ്പം 8 ആയാൽ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം 8-ൽ പോലും കൺട്രോൾ 7-ൽ 6 പേർക്കും കിട്ടുന്നില്ല. അതാണ് സിറ്റുവേഷൻ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് ഇത് മാറ്റാൻ ടൈപ്പ് 2 ഡയബറ്റീസിന് പരിഹാരം അല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് ഡയബറ്റീസിന് മാത്രമല്ല ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് പണ്ട് നമുക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ കാരണം എന്താണെന്ന് തന്നെ. ഇപ്പം 1981 ഞാനൊക്കെ MBBSന് പഠിക്കാനൊക്കെ തുടങ്ങുന്ന കാലത്ത് എല്ലാവരും കണക്കാക്കുന്നത് ഇൻസുലിൻ്റെ കുറവാണ് എല്ലാ ഡയബറ്റീസിനും കാരണം എന്നാണ്. പക്ഷേ ഇന്ന് നമുക്ക് ടെസ്റ്റുകളുണ്ട്. അന്ന് HbA1c ഇല്ല, ഇൻസുലിൻ ലെവൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, C-പെപ്റ്റൈഡ് എന്നുള്ളൊരു കാര്യം കേട്ടിട്ട് പോലുമില്ല. പക്ഷേ ഇന്ന് നമുക്ക് സയൻസും ലാബ് ടെക്നോളജിയും ഡയഗ്നോസ്റ്റിക്സും ഒത്തിരി വളർന്ന് നമുക്ക് കാര്യം അറിയാം. അപ്പം ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്നവരും ഡയബറ്റിക് പേഷ്യൻസും നമ്മൾ വെറുതെ നമുക്ക് നിർത്താൻ പറ്റില്ല. കാരണം ഒരു നേരം നമ്മൾ ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും ഷുഗർ കൂടുന്നത് നമുക്ക് കാണാം. അപ്പം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് ഷുഗർ കൂടുന്നത്. അതുപോലെ എക്സസൈസ് ഇൻസുലിനും എടുത്ത് ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇൻസുലിൻ താന്നു പോയി തലകറക്കം വരും. അതുപോലെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം തലകറക്കം ഇൻസുലിൻ ഹൈപ്പോഗ്ലൈസീമിയാണ് ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പം അത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ മരുന്ന് തരേണ്ടി വരുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.